റോമാലേഖനം 8-ാം അധ്യായം 38-39 വാക്യങ്ങൾ മരണത്തിനോ ജീവനോ ഉയരത്തിനോ ആഴത്തിനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ മറ്റു യാതൊരു സൃഷ്ടിക്കോ പിതാവായ ദൈവത്തിന് ക്രിസ്തുയേശുവിലുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപിരിക്കുവാൻ അസാധ്യമാണ്. നത്തിങ് ക്യാൻ സെപ്പറേറ്റ് us ഫ്രം ദ ലവ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ ഒന്നിനും സാധ്യമല്ല എന്നുള്ളതാണ്. ക്രിയേഷൻ അക്കൗണ്ട് നോക്കുവാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ ദൈവം ഓരോ ദിവസവും സൃഷ്ടിപ്പുകളെ കഴിഞ്ഞ ശേഷം തൻ്റെ സൃഷ്ടിയെ നോക്കി ദൈവം പറയുന്നത് വളരെ നല്ലത് 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 ഗുഡ് 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 എന്നാണ്. എന്നാൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവം മനുഷ്യനെ നോക്കിയിട്ട് നല്ലത് എന്ന് പറഞ്ഞൊരു വാക്കല്ല ഉപയോഗിച്ചത്. ദൈവം അവിടെ മനുഷ്യനെ നോക്കി പറയുന്നത് ഹിസ് വെരി ഗുഡ്, വളരെ നല്ലത് എന്നുള്ളതാണ്. ഒരിക്കൽ പോലും ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് മനുഷ്യനെക്കുറിച്ചുള്ള ആ ഒപ്പീനിയൻ ദൈവത്തിന് നഷ്ടമായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ദൈവത്തിൻ്റെ സ്നേഹം ഓൾവേസ് ഇറ്റേണൽ. അത് കാൽവരി കുരിശിന്മേൽ യേശു മരിച്ച ശേഷമല്ല ദൈവത്തിന് ഹ്യൂമാനിറ്റിയോട് സ്നേഹമുണ്ടായത്. ജോൺ 3:16 ക്ലിയർലി സേസ് ഗോഡ് സോ ലവ് ദ വേൾഡ്. അതുകൊണ്ട് ലോകം നശിച്ചു പോകാതിരിക്കാൻ, ദൈവം ലോകത്തെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം ലോകം നശിച്ചു പോകാതിരിക്കാൻ ദൈവം തൻ്റെ സ്വന്തം ജാതനെ ഭൂമിയിലേക്ക് അയച്ചു എന്നാണ് അവിടെ ഇരിക്കുന്നത്.